ഹിസ്ബുള്ള ഇസ്രായേൽ വാർ ഒരു ഫുൾ സ്കെയിലിലോട്ട് പോകുന്നതിൻ്റെ സൂചനകളാണ് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രായേൽ എത്ര പേര് ലെബനനിൽ മരിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ലെബനീസ് ഹെൽത്ത് മിനിസ്റ്റർ, അവിടെ ഈ ഗവൺമെൻറ് വലിയ പവറൊന്നുമില്ല, കാരണം ഒരു പാവ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പം അവർ പറയുന്നത് ഏകദേശം 500-ൽ പരം പേര് ആളുകളാണ് കൊല്ലപ്പെട്ടത്. പിന്നെ അൺകൺഫേംഡ് റിപ്പോർട്ടായിട്ട് പറയുന്നു ഏകദേശം 1000-ൽ പരം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ബഹുഭൂരിപക്ഷവും ഹിസ്ബുള്ള കമാൻഡോകളും അവരുടെ പോരാളികളുമാണ് എന്നും അവരുടെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫുൾ സ്കെയിൽ വാറിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം യുണൈറ്റഡ് നേഷൻ അസംബ്ലി നടക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം ഇത് ഡീ എസ്കലേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈജിപ്റ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ടർക്കി പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ഭീഷണിയുടെ രൂപത്തിലാണ് പറയുന്നത്. അവർ കയറി അറ്റാക്ക് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇറാൻ അവരുടെ മാക്സിമം ചെയ്തു കഴിഞ്ഞു. അവർ ഈ പ്രോക്സീസിനെ വെച്ച് മാക്സിമം അറ്റാക്കുകൾ ചെയ്തു കഴിഞ്ഞു ഇസ്രായേലിനെതിരെ. ഇതെവിടെ എത്തിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ അമേരിക്കയിലും പല ബേസുകളിലും അമേരിക്കൻ ബേസിൻ്റെ സ്ട്രെങ്ത് കൂട്ടി. അതായത് അമേരിക്കൻ വാർഷിപ്പുകൾ അതിൻ്റെ ചുറ്റുമുണ്ട്. അതിൻ്റെ മാൻ പവറിൻ്റെ സ്ട്രെങ്തും പല ബേസുകളിൽ കൂട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ഇറാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലോ മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻ്റർവീൻ ചെയ്യുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒക്ടോബർ 7 ശേഷം ഏകദേശം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 13,000-ഓളം റോക്കറ്റ്സ്, മിസൈൽസ്, ഡ്രോൺസ് ഇതൊക്കെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത്. അത് ചില ഭാഗത്ത് ചിലതൊക്കെ വളരെ കുറച്ച്, ചിലതൊക്കെ പൊട്ടി. പിന്നെ ഇത് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടുകളൊക്കെ പല ഭാഗത്തും വീണിട്ടുണ്ട്. അതല്ലാതെ വലിയ രീതിയിലുള്ള ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രായേലിൽ. കാരണം അവർക്കുണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ലെബനൻ ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ വ്യാപ്തിയിൽ നിന്നും 60,000 പേര് റീലൊക്കേറ്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഇവരെ അവർക്കവിടെ റീലൊക്കേറ്റ് ചെയ്തവരെ തിരിച്ചവിടെ താമസിപ്പിക്കണം, അവർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കണം. അതിനുവേണ്ടിയാണ് ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഹിസ്ബുള്ള സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ഇസ്രായേൽ ചെറിയ എയർ സ്ട്രൈക്കുകൾ മാത്രമേ നടത്തിയുള്ളൂ. കാരണം അവർ ഗാസയിൽ എൻഗേജഡ് ആയിരുന്നു. അന്നും ഇസ്രായേൽ ശക്തമായ വാണിംഗ് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളെ വേദനപ്പെടുത്തിയാൽ, ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും തിരിച്ചടിക്കും. അപ്പം അതിൻ്റെ അകത്ത് ജസ്റ്റിസ് എന്നൊരു സംഭവമുണ്ട്. അതാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്. അത് ആരെതിർത്താലും ഞങ്ങൾ നടപ്പിലാക്കും. കാരണം ആ രാജ്യം അവിടെ നിലനിൽക്കണം, അവരുടെ രാജ്യത്തുള്ള സിറ്റിസൺ അവർക്ക് സ്വസ്ഥമായിട്ട് കഴിയണം. അതിനുവേണ്ടി ഞങ്ങൾ ഇത് ചെയ്യും. നിങ്ങൾക്കറിയാം, ഗാസയുമായിട്ട് ഹോസ്റ്റേജസുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നെതന്യാഹുവിനെതിരെ വലിയ റാലിയും പ്രക്ഷോഭവും ഒക്കെ നടന്നു. ഇത് കംപ്ലീറ്റ് സൈലൻ്റ്. കാരണം ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്, കാരണം ഹിസ്ബുള്ള സ്ഥിരം അറ്റാക്ക് ചെയ്യുകയാണ്, ഇസ്രായേലിൻ്റെ ആവശ്യമായിട്ട് മാറി. ഇനി ഹിസ്ബുള്ളയുടെ കാര്യം പറയാം. ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്നും 530 കിലോമീറ്ററാണ് ബെയ്റൂട്ട്. അതായത് ഇസ്രായേലിൻ്റെ ബോർഡറിലുള്ള ലെബനൻ ഭാഗത്ത് നിന്നും മുഴുവനായിട്ട് ഹിസ്ബുള്ളയുടെ അവരുടെ സൈനികർ, അതായത് ടെററായിട്ടുള്ള ആളുകൾ ഏകദേശം 20 മുതൽ 60,000 പേരുണ്ടെന്നാണ് അമേരിക്കയുടെ എസ്റ്റിമേറ്റ്. അവർ സദേൺ വളരെ ദൂരത്തോട്ടങ്ങ് പോയി. ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ടാർജറ്റ്, അവർ പറയുന്നത് 1300 ടാർജറ്റുകളാണ് അവർ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയത്. അവർ ടാർജറ്റ് ഹിറ്റ് ചെയ്തത്. അതിനകത്ത് ഏകദേശം 500-നും 600-നും ഇടയ്ക്ക് ഹിസ്ബുള്ളയുടെ ആളുകൾ, ടെററിസ്റ്റുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അതുമല്ല, അവരുടെ മിലിറ്ററി ബാറ്ററി, കോമ്പാക്റ്റ് ബാറ്ററി അവർ നശിപ്പിച്ചു എന്നും ഇതിനകത്ത് പറയുന്നു. വളരെ കൃത്യമായിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇനി മറ്റൊന്ന്, ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം, എർദോഗാൻ പറഞ്ഞതാണ്, ഇത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ഗാസയുടെ കാര്യം പെട്ടെന്ന് ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ അവരിടപെടുമെന്ന് പറഞ്ഞ് അയാളും സൈലൻ്റായി. മറ്റുള്ള അറബ് രാജ്യങ്ങൾ സൈലൻ്റായി പൂർണ്ണമായിട്ട്. കാരണം അതേ രീതിയിൽ ഗാസയിൽ അറ്റാക്ക് ചെയ്ത പോലെയല്ല ഇസ്രായേൽ ബെയ്റൂട്ടിലും ലെബനിലും അറ്റാക്ക് ചെയ്യുന്ന വളരെ
സ്ട്രൈക്കിംഗ് ആയിട്ടാണ് കൊള്ളുന്നത്. കാരണം ആദ്യം പോയിന്റുകൾ എടുക്കുന്നത് ഇവർ പല പല വെപ്പൺസും അവിടെ പല വീടുകളിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതേലോട്ടാണ് കയറി അടിച്ചിരിക്കുന്നത്. അതിനേക്കാട്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് ഈ ബെയ്റൂട്ടിലെ ലെബനൻ ഏരിയയിൽ, അതായത് സദേൺ ലെബനൻ ഏരിയയിൽ താമസിച്ചിരുന്നവർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ ഫോൺ സന്ദേശവും മെസ്സേജും കൊടുത്തു, നിങ്ങൾ താമസിക്കുന്ന ഡേഞ്ചറസ് സോണിലാണ്, നിങ്ങൾ ഈ വീട് വിട്ടു പോവുക. അതായത് ലെബനന്റെ കസ്റ്റഡിയിലുള്ള മൊബൈൽ അതിനകത്ത് മുഴുവനും ഇസ്രായേൽ ഹാക്ക് ചെയ്ത് കയറിയൊക്കെ അവർക്ക് വാൺ ചെയ്തു, നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാൻ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ലെബനന്റെ മുഴുവനും റോഡുകളും ബ്ലോക്കായി. കാരണം ആളുകൾ അവിടുന്ന് പലായനം ചെയ്യുകയാണ്. അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ ഒരു സീനിയർ പാർലമെന്റേറിയൻ, പഴയ അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏറ്റവും വലിയ പ്രധാനം. എത്ര വർഷമായിട്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ അസ്വസ്ഥമായിട്ട് നമ്മൾ തുടരുന്നത്? ഇതിനെന്താണ് കാരണം? ഇതിനൊരു അറുതിയില്ലേ എന്നാണ് ചോദ്യം. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ കാരണം മതമാണെങ്കിൽ, ഏത് മതമാണ് പ്രശ്നം, ആ മതത്തെ വിട്ടുപോരാൻ നമ്മൾ തയ്യാറാകണം. കാരണം സമാധാനം വേണം. കാരണം അശാന്തിയുടെ നാളുകൾ മാത്രമാണ് മിഡിൽ ഈസ്റ്റിലും വെസ്റ്റ് ഏഷ്യയിലും. ഇതിങ്ങനെ തുടർന്നാൽ എത്ര നാൾ തുടരാൻ പറ്റും? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാറെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ വാറായിട്ട് പെട്ടെന്നാണ് മാറുന്നത്. അപ്പം അതിന് ഓഫ്കോഴ്സ് അതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്ന പല അറബ് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറാൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ മാൻ പവറിനെയും ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. വെപ്പൺസ് മുഴുവൻ ഇറാനാണ് സപ്ലൈ ചെയ്യുന്നത്. ഏകദേശം $700 മില്യൺ ഒരു വർഷത്തേക്ക് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇറാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഫണ്ട് ചെയ്തൊരു ടെറർ ഓർഗനൈസേഷൻ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പാർലമെന്ററി വ്യവസ്ഥ മുഴുവൻ ഒരു പപ്പറ്റ് ഗവൺമെൻറ്റാണ്. അവർക്കൊന്നിനും കഴിവൊന്നുമില്ല. കാരണം ഈ ടെറർ ഓർഗനൈസേഷനാണ് ഇവിടെ ഭരിക്കുന്നത്. അതായത് പറഞ്ഞു പോകാൻ ഒരു അൾട്ടിമേറ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ഇവരൊക്കെ എന്തൊക്കെ കിടന്ന് ചാടിയാലും അത് വെൽ ടെക്നോളജിയാണ്, വെൽ അഡ്വാൻസ്ഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ്. അവർക്ക് ഈ വാറെന്ന് പറയുന്നത് എങ്ങനെ ജയിക്കണമെന്നറിയാം. അവരുടെ 6 ഡേ വാർ 3 രാജ്യങ്ങൾക്കെതിരെ വാർ ചെയ്ത് ജയിച്ച രാജ്യമാണ്. ആ രാജ്യത്തിന് ചുറ്റും മുഴുവനും ശത്രുക്കളാണ്. അവരെ മുഴുവനും തോൽപ്പിച്ച് തന്നെയാണ് ഈ രാജ്യം മുന്നോട്ട് പോയത്. അതിൻ്റെ എക്കണോമി ആണെങ്കിലും ജനങ്ങളാണെങ്കിലും അവരുടെ ഒരു സിസ്റ്റം അതാണ്. ഹൈലി പ്രൊഫഷണൽ ആർമിയാണ് ഇസ്രായേലി ആർമി എന്ന് പറയുന്നത്. അതിനെ ഈ പറയുന്ന ടെറർ സംഘടനയെ കൊണ്ട് എന്ത് കുന്തം ചെയ്യാൻ പറ്റും? ഇതിന് ടോക്സിൽ കൂടെ പരിഹരിക്കേണ്ട കാര്യം, ഇറാൻ ഈ പ്രോക്സീസിനെ ഉപയോഗിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മിഡിൽ ഈസ്റ്റ് ഏഷ്യ അശാന്തിയുടെ ദിനങ്ങളായിട്ട് പോവുകയാണ്. സൗദി അറേബ്യ UAE നിശബ്ദമാണ്. ഇന്ന് UAEയുടെ പല നേതാക്കന്മാരും അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോയി. അവർ തന്നെ പറയുന്നു അവർക്കും ടെൻഷനാണ്. ഇവിടെ ഓരോ ദിവസവും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവരും പറയുന്ന സ്പെസിഫിക് പോയിന്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെറർ തന്നെയാണ്. ഇതിനെ എങ്ങനെയാണ് ഒതുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ രാജ്യങ്ങൾക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന ഈജിപ്ഷ്യൻ പഴയ മന്ത്രി MLA പറഞ്ഞ മതമാണെങ്കിൽ ആ മതത്തെ മാറ്റി നിർത്തുക, അതാണ് ഇതിനൊരു പോംവഴി.